എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 20-ാം നൂറ്റാണ്ടിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രമാണ്. 20-ാം നൂറ്റാണ്ട് മുതലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത് ബംഗാൾ വിഭജനത്തോടു കൂടിയാണ്. ഓർക്കുക, 1905 ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1905 ബംഗാൾ വിഭജനം എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ബംഗാൾ വിഭജനം 1905. ഓക്കെ, 1857 വിപ്ലവത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ അതിനുശേഷം ദേശീയ പ്രസ്ഥാനങ്ങൾ ആവിർഭവിച്ചിരുന്നു. INC ഇതര സംഘടനകളെല്ലാം ശക്തി പ്രാപിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി അവർ സ്വീകരിച്ച ഒരു തന്ത്രം, 1857 വിപ്ലവം മുതൽ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട തന്ത്രമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇംഗ്ലീഷ് എന്തു പറയും? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയും. ഓക്കെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ബ്രിട്ടീഷുകാർ പ്രധാനമായും പ്രയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ തന്ത്രം ഉപയോഗിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിച്ചു. എങ്ങനെ വിഭജിച്ചു? കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിച്ചു. എന്തുകൊണ്ടാണ് ബംഗാളിനെ വിഭജിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായ ഉത്തരമാണ്. ബംഗാളായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചത് മുതൽ 1911 വരെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗാളായിരുന്നു. 1911 അവർ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത്. ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം കൽക്കട്ടയായിരുന്നു 1911 വരെ, അല്ലെ? ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമാണ് കൽക്കട്ട. ഇനി ആ ബംഗാൾ പ്രവിശ്യയാണ് ബ്രിട്ടീഷുകാർ എങ്ങനെ വിഭജിച്ചത്? കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി വിഭജിച്ചത്. ഇനി അങ്ങനെ വിഭജിക്കാനുള്ള കാരണമായിട്ട് നമ്മൾ കരുതുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഒരു നയമാണ്, ഒരു പോളിസിയാണ്. ഏതാണ്? ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പോളിസിയാണ് എന്തിന് കാരണമായത്? ബംഗാൾ വിഭജനത്തിന് കാരണമായത്. എന്നാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞത് എന്താണ്? ബംഗാൾ ഒരു വലിയ പ്രവിശ്യയാണ്, അതുകൊണ്ട് ഒരു വ്യക്തിക്ക്, ഒരു ഗവർണർക്ക് തനിയെ ബംഗാൾ ഭരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നു? ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെ രണ്ടായിട്ട്? കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി വിഭജിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കിഴക്ക് മുസ്ലിം ഭൂരിപക്ഷമായിരുന്നു, പടിഞ്ഞാറ് ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ബംഗാളിനെ രണ്ടായി വിഭജിക്കുമ്പോൾ കിഴക്കെന്താണ്? മുസ്ലിം ഭൂരിപക്ഷമാണ്, പടിഞ്ഞാറ് എന്താണ്? ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടായി വിഭജിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു കമ്മ്യൂണൽ ഡിവൈഡ്, സാമുദായികപരമായ അന്തരം എന്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും? ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഓക്കെ, അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത്? അവരുടെ നയം ഏതാണെന്ന്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നാണെന്ന്. എന്നാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞെന്താ? ഒരു വലിയ പ്രവിശ്യ ആയതുകൊണ്ട് ഒരു വ്യക്തിക്ക്, ഒരു ഗവർണർക്ക് സ്വതന്ത്രമായി ബംഗാളിനെ ഭരിക്കാൻ സാധിക്കുന്നില്ല എന്ന കാരണമാണ് അവർ പറഞ്ഞത്. ഇനി എന്നാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്? PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണെന്ന് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1905 ജൂലൈ 20 ഓർക്കുക, 1905 ജൂലൈ 20 എന്ത് പ്രഖ്യാപിച്ചത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. ആരാ പ്രഖ്യാപിച്ചത്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ആര്? കഴ്സൺ പ്രഭു, ലോർഡ് കഴ്സൺ ആണ് എന്ത് പ്രഖ്യാപിച്ചത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യമായി. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതെന്ന് 1905 ജൂലൈ 20 പ്രഖ്യാപിച്ചത് ആര്? കഴ്സൺ പ്രഭുവാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 1905 ജൂലൈ 20 പ്രഖ്യാപിച്ചു. എങ്ങനെ? ബംഗാളിനെ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും വിഭജിക്കുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 എന്നോർത്തിരിക്കുക. ഓക്കെ, ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നു. അപ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആരാ? കഴ്സൺ പ്രഭു അല്ല, തെറ്റിപ്പോകരുത്. ആരാണ്? മിൻറ്റോ പ്രഭുവാണ്. കൃത്യമായി പറഞ്ഞാൽ മിൻറ്റോ സെക്കൻഡ് അഥവാ മിൻറ്റോ രണ്ടാമനാണ് എന്നോർത്തിരിക്കുക. അപ്പോൾ സംശയം വരരുത്. ഹൂ പാർട്ടീഷൻഡ് ബംഗാൾ എന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കഴ്സൺ ആണ്.
കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയതാര്, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതാര് എന്നെല്ലാം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ആർക്ക് തന്നെയാണ്? കഴ്സൺ പ്രഭുവിന് തന്നെയാണ്. ഓക്കെ, പക്ഷേ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി എന്ന് ചോദിച്ചാൽ ആരാണ്? അത് മിൻറ്റോ സെക്കൻഡ് ആണ്. ഹു വാസ് ദ വൈസ്രോയി വെൻ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് ചോദിച്ചാൽ അത് മിൻറ്റോ സെക്കൻഡ് ആണ്. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തി മിൻറ്റോ സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ബാക്കി ബംഗാൾ വിഭജനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ആർക്ക് തന്നെയാണ്? കഴ്സൺ പ്രഭുവിന് തന്നെയാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ മറന്നു പോരുത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ കഴ്സൺ പ്രഭു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഇന്ത്യ സെക്രട്ടറിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചു. പകരം വൈസ്രോയി ആയിരുന്നു വന്ന വ്യക്തിയാണ് ആര്? മിൻറ്റോ സെക്കൻഡ്. 1899 മുതൽ 1905 വരെയാണ് ആര് ഭരിച്ചിരുന്നത്? കഴ്സൺ പ്രഭു ഭരിച്ചിരുന്നത്. ജൂലൈ 20 പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറി. ഇനി 1905 മുതൽ 1910 വരെ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ആര്? മിൻറ്റോ സെക്കൻഡ്. അപ്പോൾ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് മിൻറ്റോ രണ്ടാമൻ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ബംഗാൾ വിഭജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഓക്കെ, സുരേന്ദ്രനാഥ ബാനർജി മാത്രമല്ല, ധാരാളം നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടപ്പിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വളരെ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ബംഗാളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ, അപ്പോൾ 1905 INC സമ്മേളനം നടക്കുന്നത് ബനാറസ് അല്ലെങ്കിൽ വാരണാസിയിലാണ്. അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ INCയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ എന്തിനെതിരെ ഉണ്ടായി? ബംഗാൾ വിഭജനത്തിനെതിരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ബംഗാളിൽ എന്തായി ആചരിക്കാൻ തീരുമാനിച്ചു? ദേശീയ വിലാപ ദിനം, നാഷണൽ മോർണിംഗ് ഡേ എന്ന് പറയും. ബംഗാളിൽ ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു. ആരുടെ നേതൃത്വത്തിൽ? INCയുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു. ഇനി മറ്റൊരു പ്രത്യേകത, ഒക്ടോബർ 16 നമ്മൾ രക്ഷാബന്ധൻ ദിനമായും ആചരിച്ചു. ഓക്കെ, രക്ഷാബന്ധൻ ദിനമായും ആചരിച്ചു. ഇനി അന്ന് ബംഗാളിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി ആയിരുന്നു ആര്? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജനഗണമനയെക്കുറിച്ചൊക്കെയാണ് അല്ലേ? നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അതൊക്കെ കൃത്യമായി നമുക്ക് പറയാം. ഇദ്ദേഹമാണ് രക്ഷാബന്ധൻ മഹോത്സവത്തിന് ആഹ്വാനം ചെയ്തത്. സെറിമണി ഓഫ് രക്ഷാബന്ധൻ എന്ന് വെച്ചാൽ നമ്മളറിയാം, സാഹോദര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്ടോബർ 16 പരസ്പരം രക്ഷാബന്ധൻ നടത്തി. അതാണ് എന്തെന്ന് പറയുന്നത്? രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിച്ചു എന്ന് പറയുന്നത്. അതിന് ആഹ്വാനം ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു. മറ്റെന്തായിട്ട് ആചരിച്ചു? രക്ഷാബന്ധൻ മഹോത്സവത്തിന് ടാഗോറും ആഹ്വാനം ചെയ്തു എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 1905 ജൂലൈ 20 പ്രഖ്യാപിച്ചു. ഒക്ടോബർ 16 നിലയിൽ വന്ന ബംഗാൾ വിഭജനം, ഈ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടൊന്നും എന്തില്ല, ബ്രിട്ടീഷുകാർ ഇത് റദ്ദാക്കിയില്ല. ബ്രിട്ടീഷുകാർ റദ്ദാക്കിയത് എന്നാണ്? 1911 1911 ഡിസംബറിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ദർബാറിലാണ്. ഡൽഹി ദർബാറിൽ ബ്രിട്ടീഷ് ചക്രവർത്തിയായ ജോർജ് അഞ്ചാമനാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചത്. 1911 ഡിസംബറിൽ ആരാണ്? ജോർജ് അഞ്ചാമൻ രാജാവാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതായി പ്രഖ്യാപിച്ചത്. ഇനി നമുക്ക് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഒന്ന് പരിചയപ്പെടാം. ബംഗാൾ വിഭജന കാലത്തെ INC പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജന കാലത്തെ INC പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്നോർത്തിരിക്കുക. ബംഗാൾ വിഭജന കാലത്ത് INC സമ്മേളനം നടന്നത് 1905 എവിടെയാണ്? ബനാറസ് അല്ലെങ്കിൽ വാരണാസിയിൽ വെച്ചാണ്. ബനാറസ് അല്ലെങ്കിൽ വാരണാസിയിൽ വെച്ചാണ് എന്ത്? INC സമ്മേളനം നടന്നത്. അതിൽ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ബംഗാൾ വിഭജന കാലത്തെ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ബംഗാൾ വിഭജന സമയത്ത് INC സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ലോർഡ് ബ്രോഡിക്കാണ്.
ലോർഡ് ബ്രോട്ടിക്കാണ് ബംഗാൾ വിഭജന കാലത്ത് സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്നോർത്തിരിക്കുക. ബംഗാൾ വിഭജന പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് വന്ദേ മാതരമാണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനത്തിൽ ഫലമായി ഉയർന്നു വന്ന മുദ്രാവാക്യം വന്ദേ മാതരം. മറ്റൊരു പ്രത്യേകതയുണ്ട്, ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരം വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ വന്ദേ മാതരം എന്ന് പറയുന്നു, ബംഗാളിലാവുമ്പോൾ ഇത് വന്ദേ മാതരം എന്നാണ് അവർ പറയുന്നത്. എന്താണ്? വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭം അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യം ഏതായിരുന്നു? വന്ദേ മാതരം എന്നതായിരുന്നു എന്നോർത്തിരിക്കുക. ഓക്കെ, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച കഴ്സൺ പ്രഭു നിലവിൽ വന്നപ്പോൾ മിൻറ്റോ സെക്കൻഡ് ആണെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ, റദ്ദ് ചെയ്തതായി പ്രഖ്യാപിച്ചത് ജോർജ് അഞ്ചാമനാണെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ആരാണ്? ഹർഡിഞ്ച് രണ്ടാമൻ വൈസ്രോയിയാണ് എന്നോർത്തിരിക്കുക. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം എന്ന 1911. ഈ 1911 INC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? BN ധർ ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത് ഹർഡിഞ്ച് രണ്ടാമൻ വൈസ്രോയി ആണെങ്കിൽ പ്രഖ്യാപിച്ചത് ജോർജ് അഞ്ചാമൻ രാജാവാണ്. എന്നാൽ ഈ സമയത്തെ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? BN ധർ ആണ് എന്നോർത്തിരിക്കുക. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് ഇത് 1911 കൽക്കട്ട സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത്? BN ധർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളൊന്ന് കേൾക്കാം. അതിനെതിരായി വന്ന പ്രതിഷേധങ്ങളും ആ വിശേഷണങ്ങളും എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ബംഗാൾ വിഭജനം ഒരു ക്രൂരമായ തെറ്റാണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തിൽ ഒരു ക്രൂരമായ തെറ്റാണ്, ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ INC പ്രസിഡൻ്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഓക്കെ, ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെപ്പറ്റി വിശേഷിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്നോർത്തിരിക്കുക. ഇനി ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ബോംബ് വർഷം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് വർഷം. ഓക്കെ, ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേലുള്ള ബോംബ് വർഷം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബംഗാൾ വിഭജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സുരേന്ദ്രനാഥ ബാനർജി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ ഹിന്ദു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ബോംബ് വർഷം എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ്. ബംഗാൾ വിഭജനത്തിനെതിരായി രൂപം കൊണ്ട അടുത്ത പ്രസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട 3 വിശേഷണങ്ങൾ പറഞ്ഞു. ധാരാളം വിശേഷങ്ങളുണ്ട്. ടാഗോറൊക്കെ ധാരാളം കാര്യങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ വലിയ കാര്യങ്ങളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം, ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയത്തെ വേർപെടുത്താൻ അവർക്കാവില്ല. ഇത് അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണ്. എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയത്തെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി ബംഗാൾ വിഭജനം ഒരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ഹിന്ദു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇനിയും ധാരാളം കൊട്ടേഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാത്രമേ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ ഉള്ളൂ. ടാഗോറിൻ്റെയൊക്കെ വലിയ വലിയ കൊട്ടേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞു പോകാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണേത്? സ്വദേശി പ്രസ്ഥാനം. അതെന്താണ് എന്ന് നോക്കാം. ഇനി എന്താണ് സ്വദേശി പ്രസ്ഥാനം? പേരിൽ തന്നെ ആ കാര്യങ്ങളുണ്ട്. എന്താ സ്വദേശി പ്രസ്ഥാനം? എന്താ? സ്വദേശീയമായ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. സ്വദേശീയമായ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, വിദേശി വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി എന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്? 1905 നമ്മൾ പറഞ്ഞു. INC സമ്മേളനം നടന്ന ബനാറസ് അല്ലെങ്കിൽ വാരണാസിയിലാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. അധ്യക്ഷനാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്നും പറഞ്ഞു. ഈ ഗോഖലെ അധ്യക്ഷനായ INC സമ്മേളനമാണ് എന്താരംഭിക്കാൻ തീരുമാനിച്ചത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഗോഖലെ അധ്യക്ഷനായ ബനാറസ് സമ്മേളനമാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1905
ഓഗസ്റ്റ് 7-നായിരുന്നു. 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരബിന്ദ ഘോഷ് എന്നിവരെല്ലാമായിരുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപക നേതാക്കളായി പറയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരബിന്ദ ഘോഷ് എന്നിവരാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയാഞ്ഞത്. ഓക്കെ, ഇവരെല്ലാം എന്താണ്, പ്രധാനപ്പെട്ട സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിരുന്നു. ഇനി എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞു അല്ലേ? വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുന്നതാണ് പ്രധാന ലക്ഷ്യം, സ്വദേശീയമായവയെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വദേശീയമായ കുറേ സ്ഥാപനങ്ങളിവിടെ വരണം അല്ലേ? സ്വദേശി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്വദേശീയമായ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. ഓക്കെ, അത് പ്രധാനപ്പെട്ട 36ഓളം സ്ഥാപനങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണ് നമ്മൾക്കിനി അറിയേണ്ടത്. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച ഏറ്റവും വലിയ വളണ്ടിയർ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വദേശി ബാന്ധവ് സമിതിയാണ്. ഓർക്കുക, സ്വദേശി ബാന്ധവ് സമിതി. എന്താ പ്രത്യേകത സ്വദേശി ബാന്ധവ് സമിതിയുടെ? സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച ഏറ്റവും വലിയ സന്നദ്ധ സംഘടന അല്ലെങ്കിൽ വളണ്ടിയർ സംഘടനയാണ് ഇത്, സ്വദേശി ബാന്ധവ് സമിതി. ദ ലാർജസ്റ്റ് വളണ്ടിയർ ബോഡി ടു സപ്പോർട്ട് സ്വദേശി മൂവ്മെൻ്റ് ആണിത്, സ്വദേശി ബാന്ധവ് സമിതി. അതിൻ്റെ സ്ഥാപകനാണ് അശ്വിനി കുമാർ ദത്ത്. ആരാണ്? അശ്വിനി കുമാർ ദത്ത്. PSC ചോദിച്ചുള്ള ചോദ്യമാണ്. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ്? അശ്വിനി കുമാർ ദത്താണ്. ഓക്കെ, ഇനി സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ്. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംഘടനയാണ് ഇത്, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ്. ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്? സ്വദേശി സ്റ്റോർസ്. ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് അഥവാ സ്വദേശി സ്റ്റോർസ് എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് PC റോയ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്, PC റോയ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സ്ഥാപക നേതാക്കൾ ഇവരാണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് PC റോയ്. യഥാർത്ഥ നാമം ശരിക്കും PC റോയ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിൽ യഥാർത്ഥ നാമം പ്രഫുല്ല ചന്ദ്ര റേ എന്നാണ്. PC റേ എന്നും അറിയപ്പെടും. PC റേ എന്നുടൻ കേട്ടാൽ ആര് തന്നെയാണെന്ന് ഓർത്തിരിക്കുക, PC റോയ് ആണെന്ന് ഓർത്തിരിക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PC റോയ്. അതിനൊരു കാരണം കൂടിയുണ്ട്. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ആദ്യമായി ഒരു മരുന്ന് വ്യവസായ കമ്പനി ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് സ്ഥാപിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് PC റോയ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി അഥവാ ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് VO ചിദംബരം പിള്ളയാണ്. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തെ തമിഴ്നാട്ടിൽ നയിച്ച വ്യക്തി, അന്ന് തമിഴ്നാടില്ല മദ്രാസാണ്, മദ്രാസ് പ്രവിശ്യയിൽ സ്വദേശി പ്രസ്ഥാനം നയിച്ച വ്യക്തിയാണ് ആര്? VO ചിദംബരം പിള്ള. ഇദ്ദേഹമാണ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? VO ചിദംബരം പിള്ള. അതിന് കാരണമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ആവി യന്ത്രം കൊണ്ടുള്ള ബോട്ടും കപ്പലും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? VO ചിദംബരം പിള്ള. സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ മറൈൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ മറൈൻ ഇൻഡസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? VO ചിദംബരം പിള്ള എന്നോർത്തിരിക്കുക. ബംഗാൾ വിഭജനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ രവീന്ദ്രനാഥ ടാഗോറാണ് എന്ന് പറഞ്ഞു അല്ലേ? സ്വദേശി പ്രസ്ഥാന കാലത്ത് ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗാനമാണ് അമർ സോന ബംഗ്ല. ഓർക്കുക, അമർ സോന ബംഗ്ല. ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധ സൂചകമായി ടാഗോർ രചിച്ച ഗാനമാണേത്? അമർ സോന ബംഗ്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് ബംഗ്ലാദേശ് സ്വതന്ത്രമായ 1971 ശേഷം ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമാക്കി ഇത് മാറ്റി. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഏതാണെന്ന് വെച്ചാൽ ഏതാ? അമർ സോന ബംഗ്ല. നമ്മുടെ ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? ജനഗണമന. അത് രചിച്ചതാരാ? രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. കൂടാതെ എന്താണ് നമ്മുടെ ജനഗണമന, നമ്മുടെ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ അവിടെ PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു. 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ലോകത്തിലെ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്.
2 രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണെന്ന് ഓർത്തിരിക്കുക, രവീന്ദ്രനാഥ ടാഗോറാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വദേശി പ്രസ്ഥാനത്തിനെതിരെ കുറേ സംഘടനകൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് സ്വദേശി ബാന്ധവ് സമിതി പറഞ്ഞു അല്ലേ, അശ്വിനി കുമാർ ദത്താണ്. ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് സ്ഥാപിച്ച വ്യക്തിയാണ് ആര്, PC റോയ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനം നയിച്ച വ്യക്തിയാണ് ആര്, VO ചിദംബരം പിള്ള എന്ന് പറയുന്നത് അല്ലേ. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാവ് ആരാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥാപക നേതാക്കളിലൊരാളായി പറഞ്ഞ ബാലഗംഗാധര തിലക്, BG തിലക് അഥവാ ബാലഗംഗാധര തിലകാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാവ്. ഓക്കെ, അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാവ് ആരാന്ന് വെച്ചാൽ ആരാണ്, ബാലഗംഗാധര തിലകാണ്. യുവാക്കളെ സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകൻ 2 ഉത്സവങ്ങൾ ആരംഭിച്ചു. ആ ഉത്സവങ്ങളാണ് എന്ത്, ഗണേശോത്സവവും ശിവജി ഉത്സവവും ആരംഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ബാലഗംഗാധര. PSC മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണിത്, ഗണേശോത്സവം ആരംഭിച്ച വ്യക്തി ആരാണെന്ന്. ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയില്ല, ഗണേശ ചതുർത്ഥി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ, നോർത്ത് ഇന്ത്യയിലെ ഒരു വലിയ ആഘോഷമാണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരംഭിച്ച വ്യക്തി ആരാണ്, ബാലഗംഗാധര തിലകനാണ്. സത്യത്തിൽ ഇത് ആരംഭിച്ച വ്യക്തിയല്ല, ഇത് പോപ്പുലറാക്കിയ വ്യക്തി, പ്രശസ്തമാക്കിയ വ്യക്തിയാണ്. നേരത്തെ ഈ ഉത്സവം ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ച വ്യക്തിയാണ് ആര്, ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. പക്ഷേ PSC ചോദിച്ചാൽ എങ്ങനെയാണ്, മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം ആരംഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു, ആരാണ്, ബാലഗംഗാധര തിലകാണ് എന്നോർത്തിരിക്കുക.